കോഴിക്കോട് ബേപ്പൂർ അഴിമുഖത്ത് നിരന്തരം ഫൈബർ വള്ളം അപകടത്തിൽപ്പെടുന്നത് അഴിമുഖത്തെ മണ്ണ് നീക്കാത്തതിനാലാണെന്നാണ് പരാതി. ചാലിയാർ പുഴയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മണ്ണ് അഴിമുഖത്തും കപ്പൽ ചാലിലും അടിഞ്ഞുകൂടുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ബേപ്പൂർ അഴിമുഖത്തെ മണ്ണും ചളിയും ഉടൻ നീക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ബേപ്പൂർ അഴിമുഖത്ത് വെച്ച് ഫൈബർ ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാവുകയാണ്. പുഴയിൽ നിന്ന് ഒഴുകിവരുന്ന മണ്ണ് അഴിമുഖത്ത് അടിഞ്ഞുകൂടുന്നതാണ് വള്ളങ്ങൾ മറിയുന്നതിനുള്ള പ്രധാന കാരണം. അഴിമുഖത്തിന്റെ ആഴം കൂട്ടിയാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ബേപ്പൂർ 2 പരപ്പേങ്ങാടി 1 താന്നൂരിൽ വലിയ വള്ളമാണ് വരുന്നത്. അത് ഏകദേശം ഒരു 10-25 ലക്ഷം റുപ്യനടുത്ത് നഷ്ടം വരും. അതൊരു 10-30 ആളായിട്ട് പോണ ഒരു റാണി വള്ളം എന്ന് പറയും, അങ്ങനത്തെ ഒരു വള്ളമാണ്. പിന്നെ ഒരു ചാളലും കൊണ്ടുപോയി തോണി പോയി അത് ഒരു 5 റുപ്യൻ്റെ അടുത്ത് അതിന്റെ നഷ്ടമാണ്. പിന്നെ ഒന്ന് പോയിട്ട് അത് കഴിച്ചിലായില്ല അല്ലേ, നഷ്ടമില്ലാതെ കഴിച്ചിലായിട്ട് ഇഞ്ചിന്റെ കംപ്ലൈന്റ് ആണ്. അന്നേരം ചെറിയൊരു നഷ്ടം അതിനും വരും. ഫൈബർ വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഉടമകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. 4 പേർ പോകുന്ന വള്ളം മറിഞ്ഞാൽ എഞ്ചിൻ വർക്കുകൾക്കും മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലകളും ഉൾപ്പെടെയുള്ള സാമഗ്രികളുടെ അറ്റകുറ്റപ്പണിക്ക് 5 ലക്ഷത്തോളം മുടക്കേണ്ടി വരും. 15 പേർ പോകുന്ന വലിയ ഫൈബർ വള്ളമാണെങ്കിൽ 12 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ഉടമകൾ പറയുന്നത്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇത് സ്കൂളൊക്കെ ലീവാക്കണമായില്ല. സ്കൂൾ ലീവാക്കിയാൽ ഒന്നും വേണ്ടാവില്ല. അത് പിന്നെ വേണ്ടാവില്ല. ചെറിയ 6 രൂപ നഷ്ടപ്പെടും. 10 പേര് പോകുന്ന 50 രൂപ ആവും. ബേപ്പൂർ അഴിമുഖത്തെ മണ്ണും ചെളിയും ഉടൻ നീക്കിയാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.